ഓ അപ്പീറ്റ സ്ഥലമേ. ഓ എന്താ ചേച്ചി ഇവിടെ റീലെടുപ്പാണോ? നിക്ക് ഒരു സെക്കൻഡ്, ഞാൻ ഇതൊന്നും ഇട്ടോട്ടെ. ഉയ്, ആ, ഓ മുടിയിട്ട അപ്പിയെ. Kebab morning guy up. വെയിറ്റ് വെയിറ്റ്. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലേ, എങ്ങനെയായിരുന്നു മന്ദാരം? എവിടെ പോന്നെ? Chepa chai motam bodu. വേണമെങ്കിൽ താഴേത് പോയി കുടിയടാ. അവന്റെ ചായ ഒരു വർത്തമേ മുട്ടിച്ച് മാത്രമേ ഓർമ്മയില്ല. എന്നെ പിടിച്ച് ഇവിടെ ക്യൂറാക്കി കളഞ്ഞു. ഞെക്കടി ഞെക്ക്. ഇതൊക്കെ നിന്റെ ഒതുക്കത്തെ ഞെക്കല്ലാതെ. കാറുകൾ കിടക്കുന്ന വീട്ടിൽ കിടക്കുന്ന കാറുകളും പൊടി പിടിച്ച് മന്ദാരമായി കിടക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം ഞങ്ങൾ വൃത്തിയാക്കി തരുന്ന 4 ടയറുള്ള കാറുകളും ഗിയർ ഫസ്റ്റ് സെക്കൻഡുള്ള കാറുകൾക്കും സ്പെഷ്യൽ ഓഫർ കൊണ്ടുവരുന്നതായിരിക്കും. ചെളി ചാറ് ചോറ് എന്ത് പറ്റി പിടിച്ചിരിക്കുന്നതാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു വിഷയമല്ല. നിങ്ങൾക്കതൊരു വിഷയമാണെങ്കിൽ ഞങ്ങളത് മൈൻഡ് ചെയ്യത്തില്ല. വാഷിംഗ് പോയി വാഷിംഗ് PhD എടുത്തോമ്പരാണ് നമ്മുടെ കൂടുതൽ ഉൾക്കെട്ട് അയക്കാളായി ചെറുപ്പുണ്ടോ? ഓക്കെ മമ്മി, ഇതിപ്പോ ഇന്നേ കൊടുക്കുലി. വർഷങ്ങളായിട്ടുള്ള തെളിവത്തോണ്ടല്ലോ കരിയോയില്ലോ ഇത്രയും ഡാർക്ക്നെസ് കളത്തിച്ച ഇത്തിരി മാറി കിടാകട്ടെ. ഒരു പീസ് അത് പോയി. അതോട് മാറി ആൾക്കാരൊക്കെ എന്താ വിചാരിക്കും? ചിക്കന്റെ മണ്ണം. ഹൗസ് നമ്പർ 65 ചെന്നാ ചിക്കൻ 65 ഉണ്ട്. ഓടിച്ചെന്നാ ഞാൻ തയ്ക്കേണ്ട എല്ലാം എടുക്കണം. നീ വെള്ളം കിട്ടാൻ പറ്റാകൂടാ. ഇത് ഞാൻ ആറ്റിട്ടൂടിട്ടിരിക്കുന്നതല്ല, തണുത്ത് നിർജീവമായിരിക്കുന്ന എന്റെ ശരീരമാണ്. എടുത്ത് തറയിലിട്ടേക്കാൻ ഞാൻ ഉടഞ്ഞു പോകും. കുളിക്കാത്തവൻ കുളിക്കുമ്പോൾ തണുപ്പുണ്ടാറാട്ട്. അമ്മയ്ക്ക് ഡിസംബർ മാസം കുളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അലുവയമ്മത്തി കഴിയുമ്പോഴാണ്. ഞാൻ ഒരു കുളിയായി തഴുകുമ്പോൾ നീ ഹൃദയം മുഴുവൻ തണുപ്പാകും. അലറിയടാ വെള്ളം. പിന്നെ കുളി എന്ന് പറഞ്ഞാ പറയേ വേണ്ടല്ലോ. എങ്ങനെയിരുന്നു ഞാനാടാ ഇപ്പൊ പോവാരേപ്യ മാമ്പഴം പോലെ ബോഡി സോപ്പ് കെട്ടിക്കുണ്ടായാലേ. അയ്യോ ആരെങ്കിലും മറുതയോടത് പറഞ്ഞു പറഞ്ഞാ ചരിത്തിട്ട് വയ്യോ. ഹൗസ് ഓണർ ഈ കഥ ഒന്ന് തുറക്കൂ. എന്തൊക്കെ പറഞ്ഞാലും വർഷത്തിൽ 10 തവണയെങ്കിലും ഞങ്ങൾ